ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഉണ്ണിക്കണ്ണന് പിറന്നാൾ. കണ്ണിറയെ കണ്ണൻ. ദുഷ്ടരായ അസുരന്മാരുടെ ഭാരം കൊണ്ട് ഭൂമിദേവി തളർന്ന അവശയായി. സങ്കടം പറയാൻ ഭൂമിദേവി ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവ് ഭൂമിദേവിയും പരമശിവൻ അടക്കമുള്ള ദേവന്മാരെയും കൂട്ടി മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി കാര്യം ബോധിപ്പിച്ചു. ഭൂമിദേവിയുടെ ദുരിതം തീർക്കാൻ യാദവകുലത്തിൽ വസുദേവരുടെ മകനായി താൻ അവതരിക്കുമെന്ന് മഹാവിഷ്ണു ബ്രഹ്മാവിന് ഉറപ്പു നൽകി. മധുരാപുരിയിൽ യാദവനാഥനായ വസുദേവരുടെ വിവാഹം. ഭോജരാജ്യത്തെ ഉഗ്രസേനന്റെ മകളായ ദേവകിയാണ് വധു. വിവാഹം കഴിഞ്ഞ് വസുദേവരോടൊപ്പം ദേവകി മധുരാപുരിയിലേക്ക്. ദേവകിയുടെ സഹോദരനും ദുഷ്ടസ്വഭാവക്കാരനുമായ കംസനാണ് രഥത്തിന്റെ തേരാളി. തേരു തെളിച്ച് നീങ്ങുന്ന കംസന് നേരെ പെട്ടെന്നൊരു അശരീരി വാക്ക്. കംസ, ദേവകിയുടെ 8ാമത്തെ മകൻ നിന്റെ അന്തകനായിരിക്കും. പെട്ടെന്ന് രഥം നിർത്തി കംസൻ ദേവകിയെ കൊല്ലാൻ വാളോങ്ങി. തങ്ങളുടെ സഹോദരി കൂടിയായ ദേവകിയെ വധിക്കരുത് എന്ന് കംസനോട് വസുദേവൻ അഭ്യർത്ഥിച്ചു. അശരീരി കേട്ട്, പേടിക്കേണ്ട, ഇവൾക്ക് ജനിക്കുന്ന എല്ലാ മക്കളെയും തങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം എന്ന് വസുദേവൻ കംസന് ഉറപ്പുകൊടുത്തു. ആദ്യത്തെ മകന്റെ ജനനത്തിനു ശേഷം വസുദേവരെയും ദേവകിയെയും കംസൻ തടങ്കലിലാക്കി. അവർക്ക് ജനിക്കുന്ന മക്കളെ വധിക്കാൻ ഏർപ്പാടാക്കി. രോഹിണി നക്ഷത്ര ദിവസം അർദ്ധരാത്രി ദേവകിയുടെ 8ാമത്തെ മകനായി ഭഗവാൻ പിറന്നു. അല്പസമയത്തിനു ശേഷം കുറച്ചകലെ ഗോകുലത്തിൽ നന്ദഗോപരുടെ ഭാര്യ യശോദ പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവർ ദേവകിക്ക് പിറന്ന ആൺകുഞ്ഞിനെ എടുത്ത് തലയിൽ ചുമന്ന് പുറത്തു കടക്കാൻ ഒരുങ്ങിയതോടെ ചങ്ങലകൾ താനേ അഴിഞ്ഞു. വാതിലുകൾ തുറന്നു. അവിടെ പിറന്ന പെൺകുഞ്ഞിനെ രഹസ്യമായി എടുത്ത് ദേവകിയുടെ അടുക്കൽ എത്തിച്ചു. ദേവകിക്ക് 8ാമത്തെ കുട്ടി ജനിച്ചു എന്ന വിവരമറിഞ്ഞെത്തിയ കംസൻ കണ്ടത് പെൺകുട്ടിയെ. എങ്കിലും ആ കുഞ്ഞിനെയും കൊല്ലാൻ തീരുമാനിച്ചു. കല്ലിൽ അടിക്കാൻ കുഞ്ഞിനെ കാലിൽ പിടിച്ചുയർത്തി. വിഷ്ണുമായി ആയിരുന്ന ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് കുതറിയുയർന്നു. എന്നിട്ട് പറഞ്ഞു, വെറുതെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലേണ്ട, നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു. മായയുടെ വാക്കു കേട്ട് പേടിച്ച കംസൻ തന്റെ രാജ്യത്ത് അടുത്ത ദിവസങ്ങളിൽ ജനിച്ച മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ മന്ത്രിമാർക്ക് അനുമതി നൽകി. ഗോകുലത്തിൽ നന്ദഗോപരുടെ മകനായി വളരുന്ന ഉണ്ണിക്കണ്ണനു നേരെ പലതരത്തിൽ വധശ്രമങ്ങൾ. മുലപ്പാൽ കൊടുത്തു വധിക്കാനെത്തിയ പൂതനയെ ഉണ്ണിക്കണ്ണൻ വധിച്ച് മോക്ഷം നൽകി. കാളിന്തിയിൽ കാളിയമർദ്ദനം. ഇന്ദ്രൻ കനത്ത മഴ കൊണ്ട് ഗോപകുമാരന്മാരെ ദ്രോഹിച്ചപ്പോൾ ഉണ്ണിക്കണ്ണൻ ഒറ്റ കൈകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി ഗോപന്മാരെയും പശുക്കളെയും മഴയിൽ നിന്ന് രക്ഷിക്കുന്നു. ശ്രീകൃഷ്ണൻ മധുരാപുരിയിലേക്ക് കംസനെ ഏറ്റുമുട്ടലിൽ വധിക്കുന്നു. ഏവർക്കും ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു.